ഞാൻ ചിന്തിക്കാനാണ് പറയുന്നത്. ഏറ്റവും വലിയ ശക്തി ഒരാളുടെ സ്വതന്ത്രമായ ചിന്താഗതിയാണ്. ഇവിടെ ഒരാൾ സ്വതന്ത്രമായി ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയത്, അല്ലേ? എങ്ങനെയാണ് കിട്ടിയതെന്ന് അറിയുമോ? ഈ കണ്ട യുദ്ധമൊന്നും ചെയ്തിട്ടല്ല. ഇവിടെ ഉപ്പിന് കരമടയ്ക്കണമെന്ന് പറഞ്ഞു. ഉപ്പിന് കരം, അതാണ് ഒരു കുടുങ്ങിയൊരു സംഭവം. അപ്പോൾ കുറേ ഭാഗത്ത് കുറേ ആൾക്കാർ പറഞ്ഞു ഇല്ല ഞാൻ കരടക്കില്ല, ശക്തമായി തീർത്തു. അപ്പോൾ വേറെ മച്ചാരിങ്ങനെ ആലോചിച്ചു ഉപ്പിന് കരം, എൻ്റെ വീട്ടിലുണ്ടാവുന്ന ഉപ്പിന് ഞാൻ അവർക്ക് കരം കൊടുക്കണം. അതൊരു ചിന്തയാണ്, അല്ലേ? ഈ ചിന്ത എല്ലാവരിലും ടക്ടക്ടൊന്ന് കത്തി. ഇതിന് അവർക്ക് മറുപടി പറയാൻ പറ്റിയില്ല. കാരണം ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു ഇവിടെ ഉണ്ടാവുന്ന ഉപ്പിന് അവർക്ക് കരം കൊടുക്കണം ഇന്ത്യക്കാരെ. അതാണ് ഒരു ചിന്ത, സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞു. ഈ സ്വതന്ത്ര ചിന്ത ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുരുത്തം കെട്ടവനായിരിക്കണം, കുരുത്തക്കേട് കാണിച്ച് നടക്കുന്ന പയ്യനായിരിക്കണം ചെറുപ്പത്തിലെ. സ്വതന്ത്ര ചിന്ത, അതായത് അങ്ങോട്ട് പോലെടാന്ന് പറഞ്ഞാൽ അങ്ങോട്ടേ പോവാൻ, അല്ലേ? അങ്ങോട്ട് പോലെടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാത്തവന് സ്വന്തമായിട്ട് ചിന്തയൊന്നും ഇല്ല. ആക്ച്വലി കുറച്ച് ദുർഘടം പിടിച്ച വഴിയാ ഏത് ഈ കുരുത്തം കെട്ടവനെ. കാരണം വളരെ നല്ല ചീത്തപ്പേരുണ്ടാവും. അപ്പോൾ നമ്മൾ ലൈഫിൽ ഏറ്റവും ആദ്യം ഉണ്ടാകേണ്ടത് എന്താണെന്നറിയോ? ചീത്തപ്പേര്. ഷൈൻ ചെറുപ്പത്തിൽ വളരെ കുരുത്തം കെട്ട പയ്യനായിരുന്നു. ഇന്റർവ്യൂ പറഞ്ഞ കേട്ടിട്ടുണ്ട്. അമ്മ എന്തായാലും പറയും, ഒരിക്കലും അരി പറയാൻ വഴിയില്ല. ഞാൻ അതിൽ ശക്തമായിട്ട് പറയും ഞാൻ കുരുത്തം കെട്ടവനാണ്. ഈ കുരുത്തം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഗുരുത്വമാണോ കുരുത്വമാണോ? അതെ, ഗുരുത്വമാണോ കുരുത്വമാണോ? ഗുരുത്വം. കുരുത്തം കെട്ടവനല്ലേ? അത് ഗുരുത്വം കെട്ടവനല്ല. യൂസേജ് കൊണ്ട് കുരുത്തം. അങ്ങനെയാണോ? ഗുരുത്വം അതാണോ? ഗുരുത്വം. കുരുത്തം കെട്ടവന് പക്ഷെ ഗുരുത്വം ഉണ്ടാവും. അവൻ ഗുരുവിന്റെ അടുത്ത് കുരുത്തക്കേട് കാണിക്കില്ല, പക്ഷെ വീട്ടിൽ കാണിക്കും. കാരണം അവന് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഏരിയ അവിടെയാണ്. പക്ഷെ മമ്മി പറയും നീ മോശമാണെന്ന് പറയരുതെന്ന്. ഞാൻ എന്തുകൊണ്ടാണ് മോശമാണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മോശമായ വസ്തുവിനെ ഒരാൾക്കും മോശമാക്കാൻ പറ്റില്ല. അയാൾക്ക് നന്നാവാൻ അവസരം, അല്ലേ? നന്നായിരിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും മോശമാവാം. ഈ നന്നായിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. എപ്പോഴെങ്കിലും മോശമാവും. കാരണം ഒരു മെസ്സേജ് മതിയില്ലേ, അല്ലേ? മെസ്സേജ് അയക്കുന്നത് മോശം പരിപാടിയല്ല ആക്ച്വലി, അല്ലേ? മെസ്സേജ് ഒരു ഓപ്ഷൻ മാത്രമാണ്. ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയക്കും, ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. അവർ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ അവർക്ക് റെസ്പോണ്ട് ചെയ്യാം. മെസ്സേജ് ചെയ്യുന്നത് ഒരു മോശം പരിപാടിയല്ല, അത് ഈ ടെക്നോളജിയുടെ ഒരു ഓപ്ഷൻ മാത്രമാണ്, അല്ലേ? മെസ്സേജ് ചെയ്തു എന്നുള്ള പേരിലൊക്കെ നാശമാകുന്ന ആളുകളുണ്ട്. അത് പക്ഷേ നാശമാക്കുന്ന ആളുകളാണ് ആക്ച്വലി. ശരിക്കും അത് നാശമാവുന്നില്ല. ഈ വക കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മൾ നാശമാകുന്നത്. മെസ്സേജിനെ കുറിച്ച് പുറത്ത് സംസാരിക്കാൻ പാടുമോ? ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ അത് പേഴ്സണൽ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കിടക്കുന്നത്. അല്ലെങ്കിൽ കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ട്, എല്ലാവർക്കും കാണാൻ പറ്റണത്. അപ്പം നമ്മൾ ഒരാൾക്ക് രഹസ്യമായിട്ട് അയക്കുന്ന മെസ്സേജ് പുറത്ത് പറയുന്നതാണ് ഏറ്റവും മോശത്തരം. ഈ മെസ്സേജ് കൂടെ അയാൾ അറ്റാക്ക് കയറി പിടിക്കുന്നില്ലല്ലോ. മെസ്സേജ് വായിക്കാൻ അല്ലെങ്കിൽ വിട്ടിട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ ഇൻ്റർനെറ്റിൽ എന്തൊക്കെ വരുന്നുണ്ട്. ഈ ഓപ്ഷൻ കൊടുത്ത ആൾക്കാർക്കല്ലേ ആദ്യം കേസ് കൊടുക്കേണ്ടത്. എന്തിനാ മെസ്സേജ് വെച്ചിരിക്കണേ? അടുത്ത ചോദ്യം ഉണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞു പോയാൽ മതിയാ. സുഹൃത്തുക്കളുണ്ടോ? അല്ല, ചെറുപ്പത്തിലെ കുരുത്തക്കേട്. അതെ, അതിനെ പറ്റിയാ പറഞ്ഞു വരുന്നത്. നമ്മൾ എന്തെങ്കിലും ചെറുപ്പത്തിലെ കുരുത്തക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ഉറുമ്പും കൂട്ടം ഉണ്ടാവില്ല, ചെറിയ ഉറുമ്പുകൾ കൂട്ടം. അത് നമ്മൾ എപ്പോഴേലും കടിയേറ്റിട്ടുണ്ടാവും. അപ്പം നമ്മളെന്ത് ചെയ്യും? നമ്മുടെ താഴെയുള്ള പിള്ളേരെ, നമ്മൾ വിളിച്ചാൽ വരുന്ന പിള്ളേരെയൊക്കെ കൊണ്ടുപോയിട്ട് ആ ഒരു സാധനം കാണിച്ചു തരാമെന്നുകൊണ്ട് കൊണ്ടു നിർത്തും. ഉറുമ്പ് കൂട്ടത്തിലായിരിക്കും. ഉറുമ്പ് കയറി കടിക്കാതെ തുടങ്ങുമ്പോൾ അവൻ അറിയുള്ളൂ. എന്നിട്ട് അവൻ്റെ അവിടെ കടിച്ച് ഇതൊരു കുരുത്തക്കേട്. ഇതിന് അടി കിട്ടൂട്ടോ. അടി കിട്ടുമ്പോൾ എന്ത് മനസ്സിലാവും? ഇങ്ങനെ ചെയ്യരുത് മനസ്സിലാവും. പിന്നെ ഞാൻ നിർത്തിയിട്ടില്ല. പിന്നെ ഈ ചവിട്ടുപടിയുടെ അറ്റത്ത് കൊണ്ടുവന്ന് തള്ളി ഇടുക. 2-3 സ്റ്റെപ്പ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ അടിയും കിട്ടും. പിന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ അമ്മ പറയൂലേ ചെയ്തത്? അമ്മ പറയുക ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം അടിയാ. അമ്മ പഠിപ്പിച്ചില്ലേ സ്കൂളിൽ? അമ്മ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടില്ല. അതാണ് ചോദിച്ചേ. ഇല്ല, അമ്മ ഇനി ടീച്ചർ അല്ലെങ്കിലും ടീച്ചറാണെങ്കിലും എല്ലാ സ്ത്രീകളും എല്ലാ അമ്മമാരും കുട്ടികളുടെ ടീച്ചറാണ്, അല്ലേ? അതെ. അവൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറാണ്, അവൻ്റെ ഡോക്ടറാണ്,
അല്ലേ? അവൻ്റെ കുക്കാണ്, അതെ. അവൻ്റെ ടേക്ക് കെയർ ആണ്, റെയിലി എല്ലാം അറിയുന്നതാണ് അമ്മ. അമ്മ. ചില കുട്ടികൾ പറയണ അമ്മ ഹൗസ് വൈഫാ ഇത് ലോകത്തെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ജോലി, ഇതിലും വലിയൊരു ജോലിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോഴും അടുത്തൊരു വിവാഹത്തിനും മുതിരാത്തത്. കാരണം വേറൊരാൾ ഇത്രയും വലിയൊരു ജോലി ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ പുറത്ത് ചില്ല് ചെയ്ത് നടന്നിട്ട് എന്താ കാര്യം, അല്ലേ? ശരിയാണ്, പക്ഷെ പുറമേക്ക് തെറ്റാത്. ഞാൻ വളരെ വലിയൊരു തെറ്റാണ്. കാരണം വലിയ തെറ്റാകുമ്പോഴാണ് ശരിയാവുള്ളൂ. കറക്റ്റായിട്ട് ശരിയാവുന്നല്ല, ഞാൻ തെറ്റാണെന്ന് പറയുന്നത് ശരിയാണ്, അല്ലേ? അതാണ് ഈ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ. എന്നാലും നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരു ഒറിജിനാലിറ്റിയാണ് ഞാൻ പുറത്ത് കാണിക്കുള്ളൂ. മുഴുവൻ ഉള്ളൊരു ഒറിജിനാലിറ്റി കാണിക്കില്ല. കാരണം അത് നുണ പറയുന്നതല്ല ആക്ച്വലി, അതൊക്കെ സീക്രട്സാണ്. സീക്രട്സ്. അത് എന്നിൽ തന്നെ നിൽക്കണം. പേരുകൾ, വ്യക്തികൾ, അതൊന്നും പറയരുത്. നമ്മൾ വേണമെങ്കിൽ പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കാം, സംഭവത്തെ ചൂണ്ടിക്കാണിക്കാം. സംഭവത്തിൽപ്പെട്ടവരെയോ പ്രശ്നക്കാരനെയോ പ്രശ്നക്കാരിയോ ചൂണ്ടിക്കാണിക്കരുത്.